എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ അതിലുള്ള കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ന്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതിൽ ഇൻ ഫിഗർ ലൈൻസ് പി ക്യു ആൻഡ് ആർ എസ് ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് ഒ. ഈ ആംഗിൾ പി ഒ ആർ ഈസ് ടു ആംഗിൾ ആർ ഒ ക്യു എന്ന് പറയുന്നത് 5:7 തന്നിട്ടുണ്ട്. ഫൈൻഡ് ഓൾ ദ ആംഗിൾസ്. അപ്പോൾ ഇവിടെ രണ്ട് ലൈൻ, ഇത് പി ക്യു ആർ എസ്, പി ക്യു ആർ എസ്, ഇത് ഒ. ഇതിൽ നമുക്ക് ആകെ കൂടി തന്നിട്ടുള്ളത് പി ഒ ആർ ഈസ് ടു ആർ ഒ ക്യു, പി ഒ ആർ ഈസ് ടു ആർ ഒ ക്യു ഈക്വൽ ടു 5:7 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. നമുക്ക് ഏതെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും ഇവിടെ ഉള്ളത്. വെർട്ടിക്കലി നമ്മളിപ്പോൾ ഒരു തിയറം പഠിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ ഉള്ളത്. അതുപോലെ ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഇപ്പുറത്തുള്ളത്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ആംഗിൾ പി ഒ ആർ ഈസ് ടു ആംഗിൾ ആർ ഒ ക്യു ഈക്വൽ ടു 5:7. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ പി ഒ ആർ ഈക്വൽ ടു ഈസ്റ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ 5x എന്ന് കൊടുക്കുക. അതുപോലെ ആംഗിൾ ആർ ഒ ക്യു എന്ന് പറയുന്നത് 7x എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പഠിച്ച എക്സിൻസ്, അതായത് ഇഫ് എ റേ സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ ദെൻ ദ അഡ്ജസന്റ് ആംഗിൾസ്, അതായത് ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി. സം ഓഫ് അഡ്ജസന്റ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മളെ റേ ഒ ആർ ആണ്. ഇവിടെ ഈ രണ്ട് ആംഗിളും ഇവിടുന്ന് ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ആംഗിളും ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ പി ഒ ആർ 5x എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ആർ ഒ ക്യു എന്നുള്ളത് 7x ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5x പ്ലസ് 7x ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ബ്രാക്കറ്റിൽ നമ്മൾ റീസൺ എഴുതുക, ലീനിയർ പെയർ. അപ്പോൾ ഇവിടെ 5x പ്ലസ് 7x ഇസ് ഈക്വൽ ടു 180, 12x ഇസ് ഈക്വൽ ടു 180, x is equal to 180 by 12. 3 കൊണ്ട് ചെയ്യുമ്പോൾ 2. അപ്പോൾ എക്സ് ഇവിടെ നമുക്ക് 15 ആണ് കിട്ടുന്നത്. എക്സ് 15 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ആംഗിൾ പി ഒ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 × 15. അപ്പോൾ 15 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 കിട്ടും. അതുപോലെ ആംഗിൾ ആർ ഒ ക്യു എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 × 15. അപ്പോൾ 15 × 7 ചെയ്യാം, 105. അപ്പൊ ഈ രണ്ട് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ എടുത്തെഴുതണം. ഇപ്പൊ ആംഗിൾ പി ഒ ആർ എന്ന് പറയുന്നത് 75 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ ക്യു ഒ എസ്, ഈക്വൽ ടു 75 ഡിഗ്രി. റീസൺ ചെയ്ത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആയതുകൊണ്ട് ക്യു ഒ എസ് നമുക്ക് 75 ഡിഗ്രി കിട്ടി. ഇനി ആർ ഒ ക്യു എന്ന് പറയുന്നത് 105 ആയതുകൊണ്ട് ആംഗിൾ പി ഒ എസ് ഇസ് ഈക്വൽ ടു 105 ഡിഗ്രി. അതിന്റെ റീസൺ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. എപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളത് അതിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഫുള്ളായിട്ട് അതിനുള്ള മാർക്ക് കിട്ടുള്ളൂ. 4 ആംഗിൾസ്, ഫൈൻഡ് ഓൾ അതർ ആംഗിൾസ് ആണ്. ഇപ്പം എല്ലാ ആംഗിളും കിട്ടി. ഇപ്പോൾ 75, 105, 75, 105 അങ്ങനെ കിട്ടും. ഇനി എക്സാമ്പിൾ 2 എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, ഏത് മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ അത് രണ്ടുമേ നമുക്ക് തന്നിട്ടുള്ളൂ, 180. അത് മാത്രമേ ഇതിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പി ഒ ആറും ആർ ഒ ക്യൂവും കണ്ടുപിടിക്കാം. അത് കിട്ടിയാൽ ബാക്കി വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് ഈ ചാപ്റ്റർ. കുറച്ചൊന്ന് ആ ആംഗിൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഫിഗർ റേ ഒ എസ് സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ പി ഒ ക്യു. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയണം റേ ഒ എസ് സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ പി ഒ ക്യു, സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ POQ. Ray OR and ray OT are angle bisectors of PQS and SOQ respectively. If angle POS is equal to x, find ROT. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ പകുതിയായിട്ട് വരുന്നത് ആംഗിൾ ബൈസെക്ടേഴ്സ്.
ഇവിടെ R, ഇവിടെ T. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് റേ OS stands on a line POQ. Ray OR and ray OT. Ray OR and ray OT are angle bisectors of POS. POX ന്റെ ബൈസെക്ടർ ആണ് OR എന്ന് പറയുന്നത്. അതുപോലെ SOQ ന്റെ ബൈസെക്ടർ ആണ് OT. ഇപ്പൊ ക്വസ്റ്റ്യൻ ഫസ്റ്റ് മനസ്സിലാക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ഇത് റേ stands on a line POQ. പിന്നെ OR and OT are bisectors of POS and SOQ. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ROT. ROT ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ROT എന്ന് പറയുന്നത് ഇതാണ്, ഈ നടിയില്ലേ, ഇതാണ് ROT. അപ്പൊ ROT എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ആംഗിൾ ROT എന്ന് പറയുന്നത് എന്തായിരിക്കും? ROS, ആംഗിൾ ROS പ്ലസ് ആംഗിൾ SOT ആണ്. ROT എന്ന് പറയുന്നത് ROS പ്ലസ് SOT ആണ്. അപ്പൊ നമുക്ക് ഇവിടെ അറിയില്ല ROS എന്താണെന്നുള്ളത് അറിയില്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ROS കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ POS ഇങ്ങനെ എടുക്കുക. OS സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ POQ ആണ്, റേ OS. അപ്പൊ എന്തായി? POS പ്ലസ് SOQ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറഞ്ഞൂടെ? റേ OS സ്റ്റാൻഡ്സ് on a line POQ ആണ്. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ആംഗിൾ POS പ്ലസ് ആംഗിൾ SOQ ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ നമുക്ക് POS എന്താന്ന് തന്നിട്ടുണ്ട്? X ആണ് തന്നിട്ടുണ്ട്. ആംഗിൾ POS ഈക്വൽ ടു X എന്ന് ഗിവൺ ആണ്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം. ആംഗിൾ POS ഇസ് ഈക്വൽ ടു X, ബ്രാക്കറ്റിൽ എഴുതുക, ഗിവൺ തന്നത് അങ്ങനെ എഴുതാം. അപ്പൊ ആംഗിൾ SOQ ആണ് നമുക്ക് കിട്ടുന്നത്. SOQ എന്ന് പറയുന്നത് എന്തായി? 180 മൈനസ് ആംഗിൾ POS. POS എന്താണ്? X. അപ്പൊ 180 മൈനസ് X ആണ് SOQ. ഇനി ഇത് രണ്ടും POS-ഉം കിട്ടി, നമുക്ക് SOQ-ഉം കിട്ടി. നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് OR എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് POS ആണ്. ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് POS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ROS എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് ഓഫ് ആംഗിൾ POS. POS-ന്റെ പകുതിയായിരിക്കും OR. ആംഗിൾ ബൈസെക്ടർ എന്നല്ലേ പറയുന്നത്, നേരെ പകുതി. അപ്പൊ ROS എന്ന് പറയുന്നത് POS-ന്റെ ഹാഫ് ആയിരിക്കും. POS എന്ന് പറയുന്നത് X ആണ്. അപ്പൊ ROS എന്ന് പറയുന്നത് ഇവിടെ എന്ത് കിട്ടി നമുക്ക്? X/2. ഇനി അതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? SOT. ആംഗിൾ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനു വേണ്ടി അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ആംഗിൾ SOT എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ആംഗിൾ SOQ. SOQ-ന്റെ ഹാഫ് ആണ് എന്ത്? SOT. ഇവിടെ SOQ എന്ന് പറയുന്നത് 180 മൈനസ് X ആണ്. 180 മൈനസ് X ഡിവൈഡ് ബൈ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 90 മൈനസ് X/2. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 180/2 എന്ന് പറഞ്ഞാൽ 90 മൈനസ് X/2. അപ്പൊ ഇതുവരെ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ROT ആണ്. ROT എന്ന് പറയുന്നത് ROS പ്ലസ് SOT ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ROS ആണ്. ROS കിട്ടാൻ വേണ്ടി നമുക്ക് വേറൊന്നും തന്നിട്ടില്ല. ആ കൂടി തന്നിട്ടുള്ളത് എന്താണ്? POS ഇസ് ഈക്വൽ ടു X എന്ന് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളൂ. പിന്നെ അവർ പറയുന്നുണ്ട് OR എന്ന് പറയുന്നത് POS-ന്റെ ബൈസെക്ടർ ആണ്. അതുപോലെ OT എന്ന് പറയുന്നത് SOQ-ന്റെ ബൈസെക്ടർ ആണ്. പിന്നെ ആദ്യം പറയുന്നത് OS സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ POQ ആണ്. റേ OS സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ POQ ആയതുകൊണ്ട് നമ്മുടെ ആക്സിൻ പ്രകാരം എന്തായി? POS പ്ലസ് SOQ എന്ന് പറയുന്നത് 180 ഡിഗ്രി ലീനിയർ പെയർ ആണ്. അപ്പൊ അതിൽ നമ്മൾ എന്ത് കിട്ടും? POS X ആണെന്ന് നമുക്കറിയാം. SOQ 180 മൈനസ് X ആണെന്ന് കിട്ടും. പിന്നെ നമ്മൾ കാണേണ്ടത് ROS എന്ന് പറയുന്നത് POS-ന്റെ ഹാഫ് ആണ്. അപ്പൊ POS-ന്റെ ഹാഫ് ആയതുകൊണ്ട് അത് X/2 കിട്ടി. അതുപോലെ SOT എന്ന് പറയുന്നത് SOQ-ന്റെ ഹാഫ് ആണ്. SOQ എന്താണ്? 180 മൈനസ് X ആണ്. 180 മൈനസ് X/2 എന്ന് പറയുന്നത് 90 മൈനസ് X/2. ഇനി ഈ രണ്ട് വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ കൊണ്ടു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതായത് ROT, ആംഗിൾ ROT ആണ് നമുക്ക് കാണുന്നത്. അപ്പൊ ആംഗിൾ ROT ഈക്വൽ ടു ആംഗിൾ ROS എന്താണ് നമുക്ക് കിട്ടിയത്? X/2 പ്ലസ് ആംഗിൾ SOT എന്ന് പറയുന്നത് 90 മൈനസ് X/2. അപ്പൊ ഇവിടെ പ്ലസ് X/2 മൈനസ് X/2 ക്യാൻസൽ ആയി പോകും. അപ്പൊ ROT എന്ന് പറയുന്നത് എന്ത് കിട്ടും? 90 ഡിഗ്രി. അപ്പൊ ROT എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി.
ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ROT 90 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാണാൻ വേണ്ടി നോക്കുക. അതെങ്ങനെയാണ് കിട്ടുമോ അതിലേക്ക് എത്താം. മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഒന്നുമില്ല, അധിക ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഒരു റേ സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ ആണെങ്കിൽ ലീനിയർ പെയർ എടുത്തിട്ടാണ് ഈ എക്സസൈസിൽ അധിക ക്വസ്റ്റ്യനും ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 3. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് എടുക്കുന്നത്. ഇവിടെ ഇൻ ഫിഗർ OP, OQ, OS are 4 rays. Prove that angle POQ plus QOR plus SOR plus POS is equal to 360 degree. അപ്പോൾ ഇവിടെ ഫിഗർ ഇങ്ങനെയാണുള്ളത്. ഇതില് ഇത് O, ഇത് P, S, R, Q. അതായത് OP, OS, OR, OQR 4 റേസ്. അത്രയേ പറയുന്നുള്ളൂ. പിന്നെ പ്രൂവ് ദാറ്റ് POQ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? POQ അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പ്രൂവ് ഗിവൺ എന്തൊക്കെയാന്നുള്ളത് എഴുതാം. ഗിവൺ OP, OS, OR ആൻഡ് OQR 4 റേസ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ POQ പ്ലസ് ആംഗിൾ QOR പ്ലസ് ആംഗിൾ SOR പ്ലസ് ആംഗിൾ POS ഈക്വൽ ടു 360 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം കൺസ്ട്രക്ഷൻ ഏത് റേനെ വേണമെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് OP, OQ, OS ഏതെങ്കിലും ഒന്നിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ ചെയ്യുന്നത് OQനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് T എന്ന പോയിന്റിൽ വരെ പ്രൊഡ്യൂസ് ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ട് കുറച്ച് ജോയിൻ ചെയ്ത് വരയ്ക്കുക, കൺസ്ട്രക്ഷൻ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ OQ പ്രൊഡ്യൂസ്ഡ് ടു T വരെ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം ഇതൊരു ലൈനായി. OP സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ TOQ വന്ന്, അതായത് ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് നീട്ടി വരണേ. അപ്പോൾ ഇതൊരു ലൈൻ പോലെ വന്ന്, ഇപ്പം ഇവിടെ ഒരു റേ, ഇപ്പം ഇങ്ങനെയല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി എന്ന് പറയാം. റേ OP സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ ആണെങ്കിൽ എഴുതിയാൽ, അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. റേ OP സ്റ്റാൻഡ്സ് ഓൺ ലൈൻ. ഏത് ലൈനിലാണ്? TOQല്. അപ്പൊ എന്ത് വരുന്നു നമുക്ക് അവിടെ? ആംഗിൾ TOP പ്ലസ് ആംഗിൾ POQ. ആംഗിൾ TOP പ്ലസ് ആംഗിൾ POQ ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ ലീനിയർ പെയർ. മനസ്സിലായില്ലേ? TOP സ്റ്റാൻഡ്സ് ഓൺ എ, അതായത് OP സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ TOP ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിളും 180 ഡിഗ്രി ആയി. അത് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ OS നോക്കുക. നമ്മൾ OS സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ TOQ ആവുമ്പോൾ എന്തായി? ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ OS സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ TOQ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ ഉള്ളത് 180 ഡിഗ്രി ആയിരിക്കും. നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ SOT പ്ലസ് ആംഗിൾ SOQ. ആംഗിൾ SOQ ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ ലീനിയർ പെയർ തന്നെ. അതായത് ഈ OS ആണ് ഈ ലൈനിൽ. അപ്പം ഈ ആംഗിളും ഞാൻ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ ഉള്ളതും 180 ഡിഗ്രി ആയിരിക്കും. SOQ എന്ന് പറയുന്നത് എന്താണ്? SOQ എന്ന് പറയുന്നത് ഈക്വൽ ടു ആംഗിൾ SOR പ്ലസ് ROQ ആണ്. SOQ ഇതിനെ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്താലാണ് നമുക്ക് SOQ കിട്ടുന്നത്. ഇവിടെ ഇങ്ങനെ വന്നില്ലേ? അപ്പൊ ഈ രണ്ട് ആംഗിളും കൂടി അതിൽ ആഡ് ചെയ്യും. SOQ എന്ന് പറയുന്നത് SOR പ്ലസ് ROQ ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറി? SOT പ്ലസ് SOQന് പകരം എന്ത് കൊടുക്കുക? SOR പ്ലസ് ROQ ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് ഒരുമിച്ച് ആദ്യം തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് എഴുതിയത്. SOT പ്ലസ് SOQ ഈക്വൽ ടു 180 ഡിഗ്രി. SOQ എന്ന് പറയുന്നത് SOR പ്ലസ് ROQ ആണ്. അത് 180 ഡിഗ്രി. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുന്നു. 1ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? TOP പ്ലസ് POQ പ്ലസ് SOT പ്ലസ് SOR പ്ലസ് ROQ
ഈക്വൽ ടു 180 പ്ലസ് 180 360 ഡിഗ്രി. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടില്ല. അതിൽ POQ ഉണ്ട്, ബാക്കിയുള്ളത് QORഉം ഉണ്ട്. ഇത് മാറണം. അപ്പൊ ഇവിടെ SOT പ്ലസ് POT എന്താണ്? SOT പ്ലസ് POT എന്ന് പറയുന്നത് POS ആയിരിക്കും. ആംഗിൾ POS ഇസ് ഈക്വൽ ടു, അത് ഇങ്ങനെ മാറിപ്പോയാൽ കുഴപ്പമില്ല, TOP. ആംഗിൾ TOP പ്ലസ് ആംഗിൾ SOT. ആംഗിൾ POS എന്ന് പറയുന്നത് ആംഗിൾ TOP പ്ലസ് SOT ആണ്. അപ്പൊ അതിനെ നമ്മൾ ഇതിന് രണ്ടിനെയും മാറ്റി കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഫുൾ ആയിട്ട് കിട്ടി. SOR ഉണ്ട്, ROQ ഉണ്ട്, അല്ലേ? SOR ROQ, പിന്നെ എന്തുണ്ട്? POS ഇപ്പൊ കിട്ടി, POQ. ഇപ്പൊ ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പൊ ലാസ്റ്റ് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ ഇത് രണ്ടും മാറ്റി കൊടുക്കാൻ നോക്കണം. അതായത് ഇത് രണ്ടിന്റെയും പ്ലസ് ആണ് എന്ത്? POS. അപ്പൊ POS ഇസ് ഈക്വൽ ടു TOP പ്ലസ് SOT. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് എടുത്ത് എഴുതാം ഈക്വൽ ടു, ഇവിടെ തന്നെ എഴുതി. അപ്പോൾ TOP എന്നുള്ളത് POS കൊടുക്കുക. അപ്പൊ ആംഗിൾ POS പ്ലസ് ആംഗിൾ POQ പ്ലസ് ആംഗിൾ SOR പ്ലസ് ആംഗിൾ ROQ ഈക്വൽ ടു 360 ഡിഗ്രി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഇത് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അതായത് ഇത് 360 ഡിഗ്രി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റേ, ഈ OQ ആണ് ഇവിടെ എടുക്കുന്നത്. OQ പ്രൊഡ്യൂസ് Tയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്തായി? OP സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ TOQ ആണ്. OP എന്നുള്ള റേ TOQന് ലൈനിൽ സ്റ്റാൻഡ് ചെയ്യുന്നതുകൊണ്ട് എന്തായി? ഈ ആംഗിൾ 180 ഡിഗ്രി ആയി. അപ്പൊ നമ്മൾ ആദ്യം എഴുതി റേ OP സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ TOQ, ആംഗിൾ TOP പ്ലസ് POQ ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ ലീനിയർ പെയർ. ഇനി അതിനുശേഷം OS പറയും. OS സ്റ്റാൻഡ്സ് ഓൺ ലൈൻ TOQ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ SOT പ്ലസ് SOQ ഈക്വൽ ടു, ഒരുമിച്ച് SOQ ഈക്വൽ ടു 180 ഡിഗ്രി. അതും ലീനിയർ പെയർ. ഇനി ഈ SOQ എന്ന് പറയുന്നത് SOR പ്ലസ് ROQ ആണ്. മാറ്റിക്കൊടുക്കും. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് SOT പ്ലസ് SOR പ്ലസ് ROQ ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 360 ഡിഗ്രി കിട്ടി. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ POS ഇല്ല. നമ്മൾ ഇവിടെ കിട്ടിയത് POS ഇല്ല. അപ്പൊ നമ്മൾ നോക്കും POS എന്ന് പറയുന്നത് എന്താണ്? SOT പ്ലസ് TOP ആണ്. അപ്പൊ അത് മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് 360 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.